ദിലീപിനെതിരായ നടപടിയിൽ അമ്മ സംഘടനയിൽ നിന്ന് ആരും എതിർത്തില്ലെന്ന് പൃഥ്വിരാജ്. യോഗം തുടങ്ങി 5 മിനിറ്റിനുള്ളിൽ തീരുമാനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞുവെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി. സിനിമയിൽ ഇനിയും ക്രിമിനലുകൾ ഉണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അറിയില്ല എന്നായിരുന്നു പൃഥ്വിന്റെ മറുപടി. നടിക്കൊപ്പമാണ് സംഘടന എന്നും പൃഥ്വി പറഞ്ഞു. ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ കുറ്റവാളിയാക്കാൻ പറ്റില്ല. കുറ്റം തെളിഞ്ഞപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനവും എടുത്തു. അജു വർഗീസ്, സലീം കുമാർ എന്നിവർ നടിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ അമ്മ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നുവെന്ന് വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പൃഥ്വി പറഞ്ഞു. നേരത്തെ യോഗത്തിൽ ചില കാര്യങ്ങൾ ഉന്നയിക്കുമെന്ന് പൃഥ്വിരാജ് അറിയിച്ചിരുന്നു. അമ്മയുടെ പ്രതികരണം ഉണ്ടാകാത്ത പക്ഷം തന്റെ നിലപാട് അറിയിക്കുമെന്നും അമ്മയിൽ നിന്നും താൻ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം ഉൾപ്പെടുത്തി പ്രസ്താവന ഉണ്ടാകുമെന്ന് കരുതുന്നുവെന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. ഉചിതമായ സമയത്തെ ഉചിതമായ തീരുമാനമെന്ന് ആസിഫ് അലി പ്രതികരിച്ചു. ദിലീപിനെതിരെ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും അന്വേഷണത്തിന്റെ സത്യം തെളിയുമ്പോൾ കൂടുതൽ പ്രതികരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. അമ്മയുടെ തീരുമാനത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് കമ്മിറ്റി അംഗം കൂടിയായ രമ്യ നമ്പീശൻ അറിയിച്ചു. അമ്മ സംഘടനയുടെ മുൻ നിലപാടുകളിൽ അതൃപ്തി ഉണ്ടായിരുന്നുവെന്നും വനിതാ സംഘടനയിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തെന്നും രമ്യ പറഞ്ഞു. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാനും സിനിമയിൽ പ്രവർത്തിക്കാനും അവസരമുണ്ടാകണമെന്ന് രമ്യ പറഞ്ഞു. സിനിമയിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ ശ്രീനിവാസിന്റെ അഭിപ്രായം തെറ്റാണെന്നും രമ്യ വ്യക്തമാക്കി. ദിലീപിനെ ഒരു സഹോദരനെ പോലെയാണ് വിശ്വസിച്ചിരുന്നതെന്നും തനിക്ക് തെറ്റുപറ്റിയെന്നും നടൻ മുകേഷ്. ഇപ്പോൾ അറസ്റ്റിലായ വ്യക്തി വർഷങ്ങളായി സ്നേഹമുള്ള ആളാണ്. നിങ്ങളെപ്പോലെ ഞാനും ഇപ്പോൾ ഷോക്കിലാണ്. ആരോപണങ്ങൾ സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. കേരള ജനതയെ പോലെ ഞാനും അത് വിശ്വസിച്ചു. അദ്ദേഹം തെറ്റുകാരനാണെന്ന് അറിഞ്ഞപ്പോൾ അപലപിച്ചു. നടിയെ വിളിച്ച് അനുഭാവം അറിയിക്കുകയും ചെയ്തുവെന്നും മുകേഷ് പറഞ്ഞു. കേസിലെ മുഖ്യപ്രതി സുനിൽകുമാർ ക്രിമിനലാണെന്ന് നേരത്തെ അറിയില്ലായിരുന്നുവെന്ന് മുകേഷ് പറഞ്ഞു. ഓവർ സ്പീഡായതിനാലാണ് സുനിൽകുമാറിനെ ഡ്രൈവർ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയത്. ആദ്യഘട്ടത്തിൽ ദിലീപിനെ പിന്തുണച്ച നടൻ സിദ്ദിഖും നിലപാട് മാറ്റി. കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്ന് സിദ്ദിഖ് പറഞ്ഞു. കൊച്ചിയിൽ നടൻ മമ്മൂട്ടിയുടെ വീട്ടിലായിരുന്നു അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നത്. പൃഥ്വിരാജ്, ആസിഫ് അലി എന്നീ യുവതാരങ്ങളുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു ദിലീപിനെ പുറത്താക്കാൻ തീരുമാനമെടുത്തത്. അമ്മയുടെ ഭരണഘടനാ പ്രകാരം ദിലീപിനെ പെട്ടെന്ന് പുറത്താക്കാൻ കഴിയില്ലെന്ന് ചില മുതിർന്ന താരങ്ങൾ നിലപാടെടുത്തപ്പോൾ ആദ്യം പുറത്താക്കൽ, പിന്നീട് ഭരണഘടന നോക്കാം എന്ന നിലപാടാണ് യുവതാരങ്ങൾ സ്വീകരിച്ചത്. ഇല്ലെങ്കിൽ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തേണ്ടി വരുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. ഇതേ തുടർന്നാണ് ദിലീപിന്റെ പ്രാഥമിക അംഗത്വം റദ്ദാക്കാൻ അമ്മ യോഗം തീരുമാനിച്ചത്. ഈ അഭിജിത്ത് അശോകൻ അരുൺവിഷവും ഇവിടെ സെൻട്രൽ സ്ക്വയറിൽ വന്നിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. അവരായിട്ട് തന്നെ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യും, അതായത് നിങ്ങൾക്ക് ക്യാഷ് തരാം, പക്ഷേ ഞങ്ങൾ ഈ പടം റിലീസായി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവുള്ളൂ. പടം റിലീസായി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറപ്പായിട്ടും തരും എന്നാണ് അവരെന്ന് പറഞ്ഞത്. പടം റിലീസാകുമ്പോൾ തരാമെന്നല്ല പറഞ്ഞത്. അപ്പോൾ എപ്പോഴാണ് ഏകദേശം എപ്പോൾ തരാൻ പറ്റും എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു,